ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. ഇന്ന് മലപ്പുറം കറിയുടെ സ്പെഷ്യൽ കറിയായ തക്കാളി താളിപ്പാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. അതിന് വേണ്ടിയിട്ട് തക്കാളി, ചെറിയുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ടെടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഈ ചെറിയുള്ളിയുടെ വെള്ളം ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കടയിലേത് ഇടരുത്, അപ്പോൾ ടേസ്റ്റ് വേറെ ഒരു മാറ്റമുണ്ട്. അതാ കറിവേപ്പില ഇട്ടെടുത്തു. ഇല്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങാൻ ഇട്ട് കൊടുക്കല്ല, അതിപ്പോൾ എന്താ ചെയ്യാല്ലേ. അങ്ങനെ ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഈ സമയത്ത് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ വഴറ്റി കൊടുക്കേണ്ട കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ട് ഒന്ന് മൂടി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തിട്ട് വേണം ഉടച്ചെടുക്കാൻ കേട്ടോ. ഇതിങ്ങനെ ഉടച്ചെടുത്തിട്ട് തക്കാളി ചമ്മന്തി പോലെ ആക്കിയിട്ട് പണ്ടൊക്കെ സ്കൂളിലേക്ക് ചോറിന് കൂട്ടാൻ കൊണ്ടുപോയിരുന്നു കേട്ടോ. അങ്ങനെ ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. ഈ തക്കാളി ചമ്മന്തിയും സ്കൂളത്തെ കറിയും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇനി ഈ ഉടച്ച തക്കാളിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ചാറ് എത്ര വേണം അതിൻ്റെ പാകത്തിന് കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഉലുവ പൊടിച്ചത് ഇത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. വല്ലാതെ ഇട്ട് കൊടുക്കേണ്ട, ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് കൊടുക്കും തക്കാളി താളിപ്പിന്. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഈ തിളച്ച കറി ഓഫാക്കി കൊടുക്കാം. തക്കാളി താളിപ്പ് ഇവിടെ റെഡിയായി. നമ്മുടെ മലപ്പുറം കറിയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ചോറ്, പിന്നെ നോമ്പിന് ചോറ് കഴിക്കുന്നവർക്ക് എന്തായാലും തക്കാളി താളിപ്പ് മസ്റ്റാണ്. നമ്മളിവിടേക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പി അതിലേക്ക് മത്തി പൊരിച്ചതാണ് കേട്ടോ സൈഡായിട്ട് കൂട്ടുന്നത്. എന്നിട്ട് ഈ ചോറിൻ്റെ മേലേക്ക് ഈ തക്കാളി താളിപ്പും കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ ആ ടേസ്റ്റ് പറയാൻ കഴിയില്ല. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ബിരിയാണി വേണ്ട, വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ കഴിച്ചാൽ ഈ ടേസ്റ്റിനോട് ചേരുന്നൊരു ടേസ്റ്റ് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവർ ഉണ്ടാക്കി നോക്കുക, അറിയുന്നവർ ഞാൻ ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത് ഒന്നും കൂടെ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. ഇനി അടുത്ത് നല്ലൊരു വീഡിയോയും ആയിട്ട് വരാം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്